നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അമ്മയിൽ നിന്നുമുള്ള ഡിസ്കണക്ഷനിലൂടെയാണ്. നമ്മൾ അംബിലിക്കൽ കോർഡിലൂടെ അമ്മയുമായി കണക്റ്റഡ് ആണ്. നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം അംബിലിക്കൽ കോർഡിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല. നമ്മളെ വളരാൻ അനുവദിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഡിപ്പെൻഡൻസ്, അമ്മയിൽ പൂർണ്ണമായിട്ടുള്ള ഡിപ്പെൻഡൻസ്. പക്ഷേ യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോളിലാണ്. ആത്മീയമായിട്ടുള്ള ആ ശക്തി, ലൈഫ് ഫോഴ്സ്. ആ ലൈഫ് ഫോഴ്സാണ് ഈ ശരീരത്തെ വളരാൻ അനുവദിക്കുന്നത്. ആ ലൈഫ് ഫോഴ്സ് ഈ ശരീരത്തെ ഡെവലപ്പ് ചെയ്യുന്നു. ശരീരം പൂർണ്ണമാകുമ്പോൾ നമ്മൾ ലൈഫ് ഫോഴ്സിലുള്ള ഡിപ്പെൻഡൻസ് എടുത്തു കളയുന്ന പോലെ അംബിലിക്കൽ കോർഡ് കട്ട് ചെയ്യുന്നു. ഭൂമിയിലേക്ക് നമ്മൾ വരുന്നു. പിന്നെ നമ്മൾ ഭൂമിയിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ ജീവിതത്തെ നിലനിർത്തിയത് ആ ലൈഫ് ഫോഴ്സ് ആണെന്ന് പഠിക്കണം. അത് പഠിച്ചിട്ട് വേണം നമ്മൾ ഇനി ഈ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാനായിട്ട്. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ കാര്യം ജീവിതത്തിൽ സ്കൂളിൽ പഠിക്കുന്നു, വീടുകളിൽ പഠിക്കുന്നു. അപ്പൊ എഡ്യൂക്കേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമാവുകയാണ്. നമ്മളെ ഭൗതികമായിട്ടുള്ള തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് ശരിക്കും നമ്മളെ ഉള്ളിൽ വളർത്താനുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ഉദാഹരണം എടുക്കാം. മാത്തമാറ്റിക്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ പഠിക്കുമ്പോൾ അത് നമ്മൾ ഹൃദിസ്ഥമാക്കണം. എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റൂ. ആൽഫബറ്റ്സ് നമ്മൾ ഹൃദിസ്ഥമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ലഭിക്കുന്ന ശിക്ഷണങ്ങൾ, ഡിസിപ്ലിൻസ്, പേരൻസിനും ടീച്ചേഴ്സിനും ലഭിക്കുന്ന ശിക്ഷണങ്ങൾ, അത് നമ്മളെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. ക്രമേണ പുറമേ നിന്ന് ഡിപ്പെൻഡൻസ് ഉള്ളിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. രാവിലെ എണീക്കൂ, നേരെ
നടക്കൂ, സത്യം പറയൂ, ഡിസിപ്ലിൻഡ് ആവൂ, എല്ലാവരെയും സ്നേഹിക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറമേ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാർ കുറഞ്ഞു 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 വരികയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് കളയരുത്, വേസ്റ്റ് ആക്കരുത്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്രയോ കാര്യം പഠിച്ചു. ടോയ്ലറ്റ് പോയാൽ ഫ്ലഷ് ചെയ്യണം തൊട്ടിട്ട് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്കത് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവില്ല. നമ്മൾ സെൽഫ് ഡിപ്പെൻഡന്റ് ആവണം. അത് പഠിക്കാതെ നമ്മൾ പിന്നെയും പുറമേ നിന്ന് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്ന തലത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡിഷാണ്. നമ്മളെല്ലാവരും ചൈൽഡിഷാണ്. ഇപ്പോഴും റെയിൽവേ കമ്പാർട്ട്മെന്റിന്റെ ടോയ്ലറ്റിൽ എഴുതി വയ്ക്കുന്നതാണ് ഫ്ലഷ് ദ ടോയ്ലറ്റ് ആഫ്റ്റർ യൂസ് എന്ന് കാണാം. ഡു നോട്ട് വേസ്റ്റ് ഫുഡ്, വേസ്റ്റ് ഇവിടെ ഇടുക, അവിടെയും ഇവിടെയും വേസ്റ്റ് വലിച്ചെറിയരുത്, ക്യൂ പാലിക്കുക. എത്ര ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്? ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അറിയില്ലേ. ഇൻകം ടാക്സ് അടയ്ക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക, ഇതൊക്കെ പിന്നെയും 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 പറഞ്ഞു തരേണ്ടി വരികയാണ്. ഇനി അത് ചെയ്തില്ലെങ്കിൽ നമ്മളെ ശരിയാക്കാൻ ഒരു പോലീസിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു നിയമ കോടതിയുണ്ട്. കാരണം നമ്മളത് ചെയ്യില്ല, നമ്മൾ തന്നെ തീരുമാനിച്ചിരിക്കാം. കാരണം നമ്മൾ ഉള്ളിൽ അത് പഠിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വേണ്ടി വരുന്നത്. നോ ഗവൺമെന്റ് ഇസ് ദ ബെസ്റ്റ് ഗവൺമെന്റ്, ഇത് മഹാത്മാഗാന്ധിജി പറയാറുണ്ടായിരുന്നു. ഗവൺമെന്റ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ശരിക്കുള്ള ഗവൺമെന്റ്. നമ്മൾ ഉള്ളിൽ നിന്ന് ഗവേണൻസ്, അതാണ് സ്വരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലേക്ക് വരാനാണ് പുറമേ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം. ആ പുറമേയുള്ള ഈ അറ്റാച്ച്മെന്റ്സ്, ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളിലേക്കുള്ള കണക്ഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു സ്നേഹം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഡിസിപ്ലിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ മനസമാധാനത്തിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്നു, അതൊക്കെ നമ്മൾ പിന്നെ ഫിസിക്കലായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല, കറക്ഷൻ ഉള്ളിലാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് പുറമേ ക്ഷേത്രങ്ങളിൽ തിരക്ക്, ആശ്രമങ്ങളിൽ തിരക്ക്, ഹോസ്പിറ്റലുകളിൽ സൈക്കാട്രിസ്റ്റിന്റെ തിരക്ക്. കാരണം നമ്മൾ സെൽഫായിട്ട് വളർന്നിട്ടില്ല. അപ്പൊ ഈ ഒരു കൺവേർഷൻ, ഉള്ളിലേക്കുള്ള ട്രാൻസ്ഫർ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം. പുറമേയുള്ള ഈ തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് ഉള്ളിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഉള്ളിലേക്കുള്ള കണക്ഷൻ ഡെവലപ്പ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും, കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പൊ ആ തരത്തിൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. ചിലപ്പോൾ സ്വപ്നങ്ങളിൽ വിട്ടുപോയിട്ടുള്ള നമ്മുടെ പിതൃക്കര് വന്ന് തരുന്നു, അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തരുന്നു. പല രീതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ സ്വീകരിക്കില്ല. ഒരു മരിച്ചു പോയിട്ടുള്ള ആൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഉപദേശിക്കാൻ തുടങ്ങി നമ്മൾ പേടിച്ച് ഓടും. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളിൽ കറക്ഷൻസ് വരും. ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അവര് നമ്മൾക്ക് പറഞ്ഞു തന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ഒരു പുസ്തകത്തിലൂടെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അവര് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ കേൾക്കും. അപ്പൊ നമ്മൾ ഓർക്കുകയാണ്, എൻ്റെ അച്ഛൻ എങ്ങനെ പറഞ്ഞു, എൻ്റെ മുത്തച്ഛൻ എങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ആ കറക്ഷൻ സംഭവിക്കുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള തരത്തിലെ കറക്ഷൻസ് ഉണ്ടാകാം. ആ തരത്തിലുള്ള ഒരു ഫിലിമാണ് സർവമായ എന്നുള്ളൊരു ഫിലിം ഈ അടുത്തിറങ്ങിയിട്ടുണ്ട്. നിവിൻ പോളി അഭിനയിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. എങ്ങനെയാണ് ഒരു സോള് തൻ്റെ അറ്റാച്ച്മെന്റ്, അതായത് ആ സോള് ഒരു പെൺകുട്ടിയാണ്, ഒരു പുരുഷനായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പൊ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാണ്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഹീറോ നിവിൻ പോളി, അമ്മ മരിക്കണതിന്റെ കാരണം, അമ്മയെ മരിക്കുമ്പോൾ അച്ഛൻ തന്റെ നായക്കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനോടും മിണ്ടുന്നില്ല. അതുപോലെ ഈശ്വരവിശ്വാസം ഇല്ലാണ്ടേ, കാരണം പൂജ നടക്കുന്ന സമയത്താണ് ഈ അമ്മ മരിക്കുന്നത്. ഈശ്വരവിശ്വാസം ഇല്ലാണ്ടേ, ഇതൊക്കെ പുറത്താണെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മൾ ഇന്ററാക്ഷനിൽ രണ്ടുപേരും തിരിച്ചറിയുന്നു സ്നേഹം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അപ്പുറമാണെന്ന് തിരിച്ചറിയുന്നു. ഈ സോള് തിരിച്ചറിയുന്നു, അതിന് അവർ ലിബറേറ്റഡ് ആവും. ഈ ക്യാരക്ടർ, ജീവിച്ചിരിക്കുന്ന ക്യാരക്ടർ തിരിച്ചറിയുന്നു, അവൻ ശരിക്കും അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, തന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാവുന്നു. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അതിനൊരു സൂചനയാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. വളരെ വേറെ ബ്യൂട്ടിഫുൾ മൂവി ഉണ്ടായിട്ടുണ്ട്, പ്രിയ നോട്ടത്തിലാണ് എന്നുള്ളൊരു ഫിലിം ഉണ്ടായിട്ടുണ്ട്. അതിലും ഇതേ തീമാണ്. ജീവിതത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഉള്ളിലാണ് മാറേണ്ടത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പൊ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഫിലിമുകളും എല്ലാം ശരിക്കും പ്രചോദിക്കപ്പെട്ടതാണ്, എല്ലാം ഇൻസ്പയർഡ് ആണ് എന്ന് കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ പറയുന്നത്. എല്ലാം ഇൻസ്പയർഡ് ആണ്. നമുക്ക് ആ തരത്തിൽ ടീച്ചിങ് നൽകാനായിട്ട് അത് എഴുതിയ ആളും ഡയറക്ടേഴ്സും ഇൻസ്പയർഡ് ആക്കുകയാണ്. അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. നമുക്ക് പുസ്തകങ്ങൾ, നോവൽസ് വായിക്കുക, ചിലപ്പോൾ അവർക്കും കൂടി അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻ കൈമാറുമ്പോൾ അത് സ്വീകരിക്കുന്ന ആൾക്കാർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത്
ജീവിതത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് മോശമല്ല. ജീവിതത്തിലെ അറ്റാച്ച്മെന്റ് ശരിക്കും ശരിയായിട്ടുള്ള ആ സ്നേഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ആ സ്നേഹത്തിൽ ഉയരാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതാനുഭവങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതാണ് ശരിക്കും എഡ്യൂക്കേഷന്റെ പർപ്പസ്. അതാണ് എഡ്യൂക്കേഷൻ ക്യാരക്ടറിലേക്ക് നയിക്കണമെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.